ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപത്മം ജനിമോക്ഷദായകം സരയോ നദി പോൽ തിരയിടുമാത്മാവിൽ. ശ്രീരാമനാമം ചൊല്ലിക്കൊണ്ട് തന്നെ ഈ രാമായണ മാസത്തിലെ KHNA സ്പോൺസർ ചെയ്യുന്ന സദ്ഗമയ TV-യുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വയനാട്ടിനെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു ദുരന്ത ഭൂമിയാക്കി മാറ്റിയ അതിതീവ്രമായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും ജീവൻ കൊഴിഞ്ഞുപോയ നമ്മുടെ സഹോദരങ്ങൾക്കായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വയനാടിലെ ഈ ദുരിതബാധിതർക്ക് ഒരു കൈത്താങ്ങ് നൽകാൻ KHNAയും സേവാഭാരതിയും കൈകോർക്കുന്നു. KHNAയുടെ നേതൃത്വത്തിൽ വയനാട് ലാൻഡ്സ്ലൈഡ് റിലീഫ് ഫണ്ട് റേസിംഗ് ആരംഭിച്ചിരിക്കുന്നു. സേവാഭാരതിയുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് സംഭാവന നൽകാം. കൂടുതൽ വിവരങ്ങൾക്കായി KHNAയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായ ശ്രീജിത്ത് ശ്രീനിവാസിനെ സമീപിക്കാം. ആധുനിക ലോകത്തെ അനുസ്മൃതമാക്കി വേദാന്തത്തെയും ഗഹനമായ തത്വങ്ങളെയും സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ച് അതിൽ വിജയം കൈവരിച്ച ഒരു മഹത് വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിൻ്റെ തത്വചിന്തകളെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി KHNA ജൂലൈ 27 ഗുരുസമക്ഷം എന്ന പരിപാടി സംഘടിപ്പിച്ചു. കാർഡിയോളജിസ്റ്റും കൂടിയായ ഡോക്ടർ CV പുരുഷോത്തമനാണ് ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത്. KHNA പ്രസിഡന്റ് ഡോക്ടർ നിഷ പിള്ള, സെക്രട്ടറി മധു ചെറിയാച്ചി, മറ്റെല്ലാ ഭാരവാഹികൾക്കും എൻ്റെ നമസ്കാരം. ആദ്യമായി KHNA ഗുരു സംസ്കാരം എന്ന ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയതിന് വളരെയധികം സന്തോഷിക്കുകയാണ്. കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണിനിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിലസ്പന്ദമാകണം. പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുക എന്നുള്ളത് ഇത് ഏറ്റെടുത്ത ദിവസം മുതലുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. ഞാൻ പല പ്രാവശ്യം പലരെ ഇതിനു വേണ്ടിയിട്ട് റീച്ച് ചെയ്തിട്ടുണ്ട്. രാജീവിനൊക്കെ അറിയാം. കാരണം നമുക്ക് ഒരു വേദാന്തം പഠിക്കുമ്പോൾ അത് കാലഘട്ടത്തിനനുസൃതമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് അതിനെക്കുറിച്ച്. അപ്പോൾ ആധുനിക കാലത്തേക്ക് വേദാന്തത്തെ ഏറ്റവും സിമ്പിളായിട്ട് സാധാരണക്കാരനായിട്ടുള്ളവർക്ക് ഏറ്റവും ഗഹനമായ തത്വങ്ങളെ പറഞ്ഞ് വേദ്യമാക്കിയ ഒരാളെന്നുള്ള നിലയ്ക്ക് ശ്രീനാരായണ ഗുരുദേവനെ പോലെ വേറൊരാളെ കേരളത്തിന് ചൂണ്ടിക്കാണിക്കാനില്ല. ഈ പ്രഭാഷണത്തിന് ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ ഉത്തമമായ ഒരു വ്യക്തിയെ കിട്ടാൻ വിഷമമാണ്, പ്രത്യേകിച്ചും നമ്മുടെ നോർത്ത് അമേരിക്കയിൽ. അദ്ദേഹത്തെ അറിയാത്തവർക്ക് വേണ്ടി അദ്ദേഹത്തെക്കുറിച്ച് രണ്ടു വാക്ക് ഞാൻ പറയാം. ഞാൻ അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെടുന്നത് 2022 വാഷിംഗ്ടൺ DC-യിലുള്ള ശ്രീനാരായണ കൺവെൻഷനിൽ വെച്ചാണ്. മാത്രമല്ല ഹൈന്ദവ ധർമ്മത്തിലും ശ്രീനാരായണ ഭക്തരുമായ ജനങ്ങളുടെ, കേരളത്തിലും ഇന്ത്യയിലുമുള്ള ജനങ്ങളുടെ പലരുടെയും അദ്ദേഹത്തിലുള്ള ഒരു ചോദ്യമാണ്. അതിന് ഞാൻ മറുപടി പറഞ്ഞത്, സഹോദരി, ഞാൻ 100% ഗുരു ഈശ്വരനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിന് എനിക്ക് യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. എന്നിട്ട് ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള കാരണവും നമുക്ക് ആലോചിക്കാം. അതിനുള്ള പ്രധാന കാരണം, നാമെല്ലാം സോ കോൾഡ് ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ട്
എന്ന് ഭാവിക്കുന്നുണ്ടെങ്കിലും, എന്ന് സിൻസിയറായി വിശ്വസിക്കുന്നുണ്ടെങ്കിലും, നമ്മുടെ ഈശ്വര സങ്കല്പം നമ്മുടെ ദർശനങ്ങളിൽ അടിസ്ഥാനമായിട്ടുള്ളതല്ല. പിന്നെയോ ഒരു കഴിഞ്ഞ 600-700 വർഷങ്ങളായി ഭാരതഭൂമിയിലേക്ക് അധിനിവേശിച്ച വിദേശ ശക്തികളുടെ മതങ്ങൾ, അത് ഇസ്ലാം മതവും ക്രിസ്ത്യൻ മതവും എല്ലാം തന്നെ, അവയുടെ അതിപ്രസരം മൂലം നമ്മളെല്ലാം തന്നെ നമ്മൾ അറിയാതെ മസ്തിഷ്ക പ്രക്ഷാളനം സംഭവിച്ചു. അങ്ങനെ നമ്മളിൽ മെജോറിറ്റി ആൾക്കാരുടെ ഈശ്വര സങ്കല്പം ആ മതങ്ങളിലെ ജുഡയോ ക്രിസ്ത്യൻ റിലിജനിലെ സങ്കല്പമാണ്. ഈശ്വരൻ അങ്ങ് അവിടെ സ്വർഗത്തിൽ ഒരു മനോഹരമായ സ്ഥലത്ത് നിൽക്കുന്ന ഒരു ചക്രവർത്തിയെ പോലെ നിൽക്കുന്ന ഒരാളാണ്. ആ ഈശ്വരൻ നമ്മെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നാം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഈശ്വരൻ കോപിക്കും. നാം എന്തെങ്കിലും നന്മ ചെയ്താൽ, നാം മരിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ നമുക്ക് സ്വർഗത്തിൽ ഒരു മനോഹരമായ സ്വീറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂറികളെ കിട്ടുന്നു. ഇത്തരമുള്ള ഈശ്വര സങ്കല്പങ്ങളാണ് ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്ന പലരുടെയും ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. ഓരോരുത്തരെയും പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല, സമയക്കുറവുകൊണ്ട്. ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം പറയുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഈ ഒരു പ്രഭാഷണ പരമ്പരയ്ക്ക് ഡോക്ടർ നിഷ കൊടുത്ത ആ വാക്ക്, എനിക്ക് ഐ ഫെൽ ഇൻ ലവ് വിത്ത് ദാറ്റ് വേർഡ് ആക്ച്വലി. സോ ഗുരു സമക്ഷം എന്നൊരു വാക്കാണ് കൊടുത്തത്. അത് ആരാണോ അത് കൊടുത്തത്, നിഷയാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. വളരെ എന്താ പറയുക, അറിഞ്ഞായാലും അറിയാതെ ആയാലും ശരി, അങ്ങനെ ഒരു വാക്ക് എടുത്തത് തന്നെ എത്രയധികം ചിന്തോദ്ദീപകവും ഒരു എന്താ പറയുക അർത്ഥവർത്ഥമായിട്ടുള്ള ഒരു പേഴ്സൺ. കാര്യത്തിന് തന്നെ ഇവിടെ ഒരു ചെറിയ ജാഥയും അതും ഇതൊക്കെ അമ്പലത്തിൽ ഒരുക്കിയപ്പോൾ വിരലിൽ എണ്ണാനുള്ള ഹിന്ദുക്കൾ മാത്രമേ അവിടെ വന്നേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട്. എനിക്കൊന്നും അറിയുകയല്ല, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒന്നിച്ചു നിന്നാൽ KHNA അല്ല എന്ത് പ്രസ്ഥാനമാണെന്ന് പറഞ്ഞാലും നമ്മൾ ഒരുമയോടുകൂടി മുന്നോട്ട് പോയാൽ. ഈ രണ്ട് മഹാഗുരുക്കന്മാര് ചട്ടമ്പിസ്വാമി തിരുവടികളും നാരായണ ഗുരുദേവനും ഒരേ സമയത്ത് ജീവിച്ചിരുന്നവരാണ്. അവർ തമ്മിൽ എന്തെല്ലാം സാദൃശ്യങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് ഞാൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ, വൈജാത്യങ്ങൾ വളരെ ചുരുങ്ങും. നന്ദി പറയുക എന്നതാണ്. ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർ ചന്ദ്രോത് പുരുഷോത്തമന് എൻ്റെയും KHNAയുടെ പേരിലും നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. KHNA ഇക്കണോമിക് ഫോറം വികാസ് വേദികയുടെ ഉദ്ഘാടനം ജൂലൈ 20 KHNAയുടെ ആഭിമുഖ്യത്തിൽ നടന്നു. കേരള ഹിന്ദു ഇക്കണോമിക് ഫോറം സ്റ്റേറ്റ് പ്രസിഡന്റായ ശ്രീകുമാർ മേനോൻ സംസാരിച്ചു. ഫോറം ചെയറായി മനോ പിള്ളയെയും ഡയറക്ടർ ഇൻചാർജായി ദിനേശ് കുറുപ്പിനെയും പ്രഖ്യാപിച്ചു. KHNAയുടെ സംഘടനാ ശക്തി കൊണ്ട് നോർത്ത് അമേരിക്കയിലെ കേരള ഹിന്ദു സമൂഹത്തിന്റെ സമഗ്രമായ ഒരു സാമ്പത്തിക വികസനത്തിന് തറക്കല്ലിടുക എന്നതാണ് ഈ ഫോറം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. This economic forum aims for economic. So next I'm going to introduce Shyam Kumar. He's from Pennsylvania and he's an entrepreneur, a visionary in IT and deep tech world. His expertise is also in the artificial intelligence. And good morning. Thank you for joining us today. As the chair of the KHNA Economic Forum, I'm honored to share our vision and plans for the upcoming year and our convention, especially on this auspicious time of Guru Purnima. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീകുമാരൻ മേനോനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തുക എന്ന കർത്തവ്യമല്ലേ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. Coordinator, I think, and Dinesh Kurup, who's the director in charge,
and all the other board members of KHNA Economic Forum. First of all, let me congratulate you. Of course, Dr. Sudhir Prayaga, who's our member here. So he's, he's there on both sides. So thank you and congratulations to all of you for having started this wonderful journey. I would say that, because it's not just the start. What you achieve in between is what is important. And I think Dr. Nisha put it pretty well, saying that you've been having this tattum muttum, I think, tatti kootal or something like that. Anyway, the point is, start is always a start, so we can appreciate. KHNA ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 3-ാം തീയതി കർക്കടക വാവ് ബലി പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടു. നമസ്കാരം. കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ സ്വന്തം യൂട്യൂബ് ചാനലായ സദ്ഗമയ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മൈസെൽഫ് അരവിന്ദ് പിള്ളൈ ഫ്രം ഷിക്കാഗോ. KHNAയുടെ ആരംഭകാലം മുതൽ ഇന്ന് വരെ KHNAയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഞാൻ KHNAയുടെ ട്രസ്റ്റി ബോർഡ് മെമ്പറാണ്. വടക്കേ അമേരിക്കയിലെ മലയാളികൾ ഹിന്ദുക്കളുടെ കൂട്ടായ്മയായ കേരള ഹിന്ദുസ് അമേരിക്കയുടെ കൺവെൻഷൻ, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മുതലായ എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ എത്തിച്ചേരുന്ന കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ സ്വന്തം ചാനലായ സദ്ഗമയ TV എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. സദ്ഗമയ TVയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുമ്പോൾ ഞാൻ ശാരദ ഗണേഷ് നിങ്ങളോട് എല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. സോ പ്ലീസ് like, share and subscribe to Sadgamaya TV. Thank you.